ടാസ്ക് കുളമാക്കിയതിനെ കുറിച്ച് ലാലേട്ടൻ എല്ലാവരുടെ അടുത്തും ചോദിച്ചു. അനീഷിന്റെ അടുത്ത് ചോദിച്ചു, നെവിന്റെ അടുത്ത് ചോദിച്ചു, ആദിലയുടെ അടുത്ത് ചോദിച്ചു, നൂറയുടെ അടുത്ത് ചോദിച്ചു. കുളമാക്കിയ സകലരോടും ചോദിച്ചു. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണല്ലോ, ലാലേട്ടന് ഒരു അവാർഡൊക്കെ കിട്ടിയതുകൊണ്ട് സ്വാഭാവികമായിട്ടും എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് മാത്രം ഇവർക്കൊന്ന് രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ദേഷ്യപ്പെട്ടൊന്നുമില്ല ആരടുത്തും. ബട്ട് ഒരല്പം കർക്കശ നിലപാടോടുകൂടി തന്നെയാണ് സംസാരിച്ചത്. നമ്മൾ ഏത് ടാസ്ക് തന്നാലും ഇങ്ങനെ കുളമാക്കിയാൽ ശരിയാകില്ല എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട്. ആരും അങ്ങനെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ അവരുടെ പ്രവൃത്തികളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അനീഷ് എന്തുകൊണ്ട് കുപ്പിയെറിഞ്ഞ് പൊട്ടിച്ചു എന്ന് ചോദിച്ചു. അനുമോൾ ഇത്രയും കർക്കശമായിട്ട് നോക്കണമായിരുന്നോ എന്ന് ചോദിച്ചു. നെവിൻ ടാസ്ക് എന്തുകൊണ്ട് ശരിക്ക് കളിക്കാതെ മാറി നിന്നു എന്ന് ചോദിച്ചു. ആദിലെ നൂറയും എന്തിനാണ് അനീഷിന്റെ ടേബിളിൽ കയറിയിരുന്നത്, എന്തിനാണ് അതെല്ലാം തട്ടിയിട്ടത് എന്ന് ചോദിച്ചു. അനീഷിന്റെ ബോട്ടിലുകൾ അനു എന്തിന് നിരസിച്ചു എന്ന് ചോദിച്ചു. അതിനൊക്കെ മറുപടികൾ അവർ പറയുന്നുണ്ട്. മുടി കടന്നു ഇങ്ങനെ എക്സെട്ര എല്ലാവരും മറുപടികളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ലാലേട്ടൻ എല്ലാ വിഷയങ്ങളിലും ടച്ച് ചെയ്തു ആ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇന്ന് ലാലേട്ടൻ അവരെ എടുത്തിട്ട് കൊടയാൻ പറ്റില്ല. അതൊരു ശരിയായ രീതിയല്ലല്ലോ. അദ്ദേഹം പ്രത്യേകിച്ച് ഒരു സന്തോഷമുള്ള ദിവസം. പക്ഷെ പറയേണ്ടത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുത്തി കുത്തി പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.